ADGP ആയിരിക്കെ MR അജിത് കുമാറിൻ്റെ ഈ ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ്, അതിൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നു. നിയമ നടപടിയുമായി ആ നടപടിക്കെതിരെ MR അജിത് കുമാർ മുന്നോട്ട് പോവുകയാണ്. അതിലിപ്പോൾ MR അജിത് കുമാറിന് സ്റ്റേ ലഭിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ നിയമപരമായ നടപടി അത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്, ഹർജി. അപ്പോൾ അതിൽ നിലവിൽ തിരിച്ചടിയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെയൊക്കെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ഒരു ആരോപണവും ഉയർന്നിരുന്നതാണ്. പിന്നീട് നടപടിയും വന്നു. ഇന്ന് വന്ന കാറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന തീരുമാനത്തെ എങ്ങനെയാണ്? അല്ല, കാറ്റ് വസ്തുതകൾ പരിശോധിക്കുകയാണ്, നല്ല കാര്യമാണ്. കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കാരോടും വിരോധമോ അല്ലെങ്കിൽ അമിത താല്പര്യമോ ഇല്ല. സർക്കാരിൻ്റെ മുമ്പിൽ വല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. ഇതിനകത്ത് ആരെയും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞങ്ങളില്ല. നമ്മുടെ മുമ്പിൽ വന്ന DGP തന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീരുമാനം എടുക്കുമ്പോൾ വളരെ അവധാനത ഞങ്ങൾ കാണിക്കുകയുണ്ടായി. ഇതിനകത്ത് ധൃതി പിടിച്ചൊരു തീരുമാനം ഉണ്ടായില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുകയാണ് 20-ാം തീയതി സ്ക്രീനിങ് കമ്മിറ്റി കൂടും, 25-ാം തീയതി കൂടും, സസ്പെൻഷൻ വന്നില്ലെങ്കിൽ ഈ DGP ആവും, കസേര കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണ്? ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങൾ ആണ് ഈ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിൽ അതാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ആവശ്യമേ ഇല്ല. സ്ക്രീനിങ് കമ്മിറ്റി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒപ്പിട്ടതുമാണ്. ഒപ്പിട്ട ആ ലിസ്റ്റുണ്ട്. ഇപ്പം MR അജിത് കുമാർ മാറി അടുത്ത ആളിനുള്ള അവസരമാണ് പിന്നീടുള്ളത്. അത് ഗവൺമെൻറ് തീരുമാനിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തെറ്റായ പ്രചരണങ്ങളായിരുന്നു. അത് ഒരു പക്ഷേ അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാകാം. അതാണ് അതിൻ്റെ സത്യം. ഇത് ഞാൻ പലപ്പോഴും ചിരിക്കുകയായിരുന്നു. ഇതാരും എന്നോട് ചോദിക്കാത്തതുകൊണ്ട് ഓരോ കഥകൾ ഇങ്ങനെ ആളുകൾ ബോംബ് ഇപ്പോൾ വീഴും, നാളെ വീഴും, ഇല്ലെങ്കിൽ തകർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ സ്വയം ചിരിക്കുകയായിരുന്നു. കാരണം ഇതെന്തായാലും ആരെങ്കിലും അവർക്ക് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് വേണ്ട ഇത് പറയാൻ. ഇല്ലെങ്കിൽ ഞങ്ങളോട് ആരെങ്കിലും ചോദിക്കേണ്ടത്, അതുപോലും ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. MR അജിത് കുമാറിന് സസ്പെൻഷൻ ലഭിച്ചാൽ പോലും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതൊക്കെ പ്രചാരണം പലതരത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയില്ലല്ലോ. ഇല്ല, അത് ഞാൻ വിശദീകരിക്കാം. ഒരു സിവിൽ സെൻട്രൽ ഗവൺമെൻറ് സർവീസ്, കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റം തടയുന്ന 3 കാരണത്താലാണ്. ഒന്ന്, അയാളെ സസ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ടാമതായി വകുപ്പ് നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകുമ്പോൾ മെമ്മോ കൊടുക്കണം. എന്നാലേ സസ്പെൻഡ് ചെയ്യാം, എന്നാലേ സ്ഥാനക്കയറ്റം നിഷേധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൂന്നാമത് അദ്ദേഹത്തെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി കുറ്റപത്രം സമർപ്പിക്കണം. ഈ 3 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊമോഷൻ തടയാൻ സാധ്യമാവുകയുള്ളൂ. ഇതാണ് എൻ്റെ വസ്തുത. ഈ വസ്തുത അറിയാതെയാണ് ആളുകൾ ഓരോന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പം ഇത് ഓൾ ഇന്ത്യ സർവീസിലെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ തടയാൻ കഴിയുന്ന കാരണങ്ങളിതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമം അദ്ദേഹത്തിനും ബാധകമായിരിക്കും.